വേദനയില്ലാത്ത പ്രസവിക്കാനുള്ളൊരു മെത്തേഡാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ അനാൽജസിയ ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റാണ്. ഇത് നമ്മൾ ബാക്ക് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്ന പോലെ തന്നെ ബാക്ക് നട്ടലിന് ചെറിയൊരു സൂചി വെച്ചിട്ട് അതിനകത്തൊരു കത്തീറ്റർ ഇട്ടിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഈ കത്തീറ്റർ വഴിയാണ് നമ്മൾ മരുന്ന് ഇൻസേർട്ട് ചെയ്യുന്നത്. ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിൻ്റെ പെയിനിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം പ്രസവ സമയത്ത് മെയിൻലി ഒരു ആക്റ്റീവ് സ്റ്റേജ് ആവുന്ന സമയത്താണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നത്. ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡയലറ്റേഷൻ ഒരു 4 സെൻറ്റിമീറ്റർ ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ പെയിനിനനുസരിച്ച് നമുക്ക് ഡ്രഗിൻ്റെ ഡോസ് കൂട്ടാനും കുറക്കാനും പറ്റും. ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. മദറിൻ്റെ ആൻസൈറ്റി കുറയുന്നത് കൊണ്ട് മദറിനെ എഫക്റ്റീവായിട്ട് പുഷ് ചെയ്യാനും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസസ് സാധ്യതകൾ കൂടുതലാണ്. ഇൻ കേസ് ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിസേറിയൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ എപ്പിഡ്യൂറൽ അനാൽജസിനെ നമുക്ക് എപ്പിഡ്യൂറൽ അനസ്തീഷ്യയാക്കി മാറ്റിയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫാണ്, എഫക്റ്റീവാണ്. ബേബിക്കൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. മദേഴ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ നോർമൽ ഡെലിവറി പെയിൻ ഇല്ലാണ്ട് നോർമലി ഡെലിവറി ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്.